വെൽക്കം ബാക്ക് ടു നാസിനീൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ലിവർ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ ഒരു ചെറിയ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഉള്ളിയിലേക്ക് നമ്മൾ ഇട്ടത്. അപ്പോൾ ലിവറൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. നമുക്ക് സ്പൈസസ് കുറച്ചുകൂടെ സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി. നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂണിൽ വലിയ ജീരകം പൊടിച്ചത് ഇട്ടു കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കേട്ടോ ഈ ലിവർ ഫ്രൈ എന്ന് പറയുന്നത്. നമുക്ക് വേഗം ഈസി ആയിട്ട് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി. ലിവർ ഫ്രൈ അടിപൊളിയാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്ക്, അതുപോലെ നമ്മളുടെ സ്കിന്നിന്, മസിൽസ് ഗ്രോത്തിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, നമുക്ക് ഇമ്മ്യൂണിറ്റിക്കൊക്കെ എന്താ പറയുക, ഈ ഒരു ലിവർ ഫ്രൈ കഴിക്കുന്നതുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഹൈ പ്രോട്ടീനും കൂടെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ലിവർ ഫ്രൈ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മൾ കുറച്ച് ടൊമാറ്റോ പ്യൂരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട്, ഗ്രേവി അല്ല, ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ലിവർ ഫ്രൈ റെഡി ആയി കേട്ടോ. ഇനി ഇത്രയേ ഉള്ളൂ പരിപാടി, വേഗം തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആവും. അപ്പോൾ ലിവർ ഫ്രൈ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതാണ് ടൊമാറ്റോ ചിക്കൻ കറി കേട്ടോ. അത് നല്ല ക്രീമി ആയിട്ടുള്ള ടൊമാറ്റോ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേ. നല്ല ചൂടുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്ന ബേ ലീഫ്, പട്ട, ഏലക്ക. ഇതിലേക്ക് കുറച്ച് തിന്നായിട്ടുള്ള ഓണിയനാണ് വേണ്ടത്. നമ്മളിപ്പോൾ അത്രയ്ക്ക് തിന്നാനായിട്ടില്ല, ഉള്ളതൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് കൊടുക്കണം. ഇതിലേക്ക് തന്നെ ആദ്യം തന്നെ ഉപ്പിടുകയാണ്. ഉള്ളി നന്നായിട്ട് വഴന്ന് വരാനല്ലേ. കറിക്കുള്ളതും കൂടെ ഇതിൽ തന്നെ അങ്ങ് തീർന്നു. ഈ ഉള്ളി വഴന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മളിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം കേട്ടോ. പക്ഷെ ഞങ്ങൾ ലാസ്റ്റാണ് ഇട്ടത്, മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സമയത്ത് ഓൾറെഡി സിമ്പിൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനാണ്, അതിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് വേണമെങ്കിലും ഇടാം. ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുള്ളൂ. ഇതൊന്ന് ഒരു സൈഡിൽ ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് മറച്ചിടാം. ഉള്ളിയും എല്ലാം കൂടെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഇതായിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ സമയമാണ് നമ്മൾ മസാലകൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് മസാല നമുക്ക് ചേർക്കാം. നമ്മൾ പരീക്ഷണാട്ടോ, നമ്മൾ ചെയ്തിട്ടില്ല അല്ല, നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ്. എന്നും ചിക്കൻ കറി വെക്കുന്നതിനൊരു മാറ്റം. മസാല ഇടട്ടെ. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, ഒരുപാട് വേണ്ട, മഞ്ഞ കളർ വേണ്ട വിചാരിച്ചിട്ടാണ്.
കൂടുതൽ കാശ്മീരി കാശ്മീരി മുളക് പൊടി. റെഡ് കളറാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കൂടെ ഇട്ടാണ്ട് കുറച്ച് ചിക്കനിലും ഉണ്ട്, പിന്നെ ഉള്ളി വാട്ടുമ്പോഴും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അല്ലേ. പഞ്ചസാര ഇടണം. ഒന്ന് കറിക്കൊരു ടേസ്റ്റ് കൂടാനും പിന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂരി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അസിഡിറ്റി ഒന്ന് കുറയാനും കൂടെ ആ ഒരു പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അല്ലേ. അതൊരു ചെറിയൊരു സ്വീറ്റ്നെസ് ഉള്ള ഒരു കറിയാണ്. ഇനി കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പോകാം. ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിൽ ചെയ്യാനുള്ളത് ടൊമാറ്റോ പ്യൂരി ഒഴിക്കുക എന്നുള്ളതായിരിക്കും. കറീൻ്റെ കളറൊക്കെ മാറി വരും. ശരിക്കും ഇതിന് ഇങ്ങനെ വെച്ച് ഫ്രൈ ചെയ്ത പോലെ ആക്കിയാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. ഡ്രൈ ആക്കിയാലും മറ്റേ നമ്മളൊരു സോസ് ഒഴിച്ചിട്ട് കഴിക്കില്ല. ഇതിൽ ഒഴിക്കാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂരി. നമ്മളെ ടൊമാറ്റോ പ്യൂരിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ നമ്മൾ ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഇടുന്നുണ്ട്. കാരണം നല്ല പ്യൂരി വരുന്നില്ലേ. അപ്പോൾ ഒന്ന് മസാലയുടെ ഒരു ചെറിയൊരു പിഞ്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഒരു ക്രീമി ചിക്കൻ ആയിട്ടുണ്ട്. ഒരു റെഡ് കളറൊക്കെ ആയിട്ടുള്ള കുറച്ച് ചൂടാക്കി വെള്ളം കേട്ടോ. അത് ഇച്ചിരി ഒഴിക്കുന്നത്. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. നമുക്ക് അധികം ഗ്രേവി വേണ്ട, അതുകൊണ്ട് ഇത്ര ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് നല്ല പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇനി ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ച് നമുക്കൊരു 15 to 20 minutes നമുക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പം നമ്മളെ കറി സെറ്റ് ആവും. അപ്പം നമുക്ക് ആദ്യം ഇതിനെ മൂടി വെച്ച് വേവിക്കാം. നമ്മൾ വിട്ടുപോയതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓണിയൻ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇടേണ്ടതായിരുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് എന്തായാലും ഒരു 10-20 മിനിറ്റിൻ്റെ മുകളിൽ ഇത് മിക്സ് ആവേണ്ടതുണ്ട്. അപ്പം കുക്ക് ആവേണ്ട ടൈമിൽ ഇത് നല്ല രീതിയിൽ വെന്തോളും. അപ്പം നമ്മുടെ തിക്ക് ഗ്രേവി ആയി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടി പോകണം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ മേലെ ഇതിടും. ഓഫ് ചെയ്തിട്ട് തന്നെ ഇടാം. നല്ല ചൂടുണ്ടല്ലോ. ഞങ്ങളുടെ ഫേവറേറ്റ് കൊറിയാൻഡർ ലീഫ് ഇട്ട് കൊടുക്കണം. അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ എത്ര ഇടുന്നത്. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി അല്ലേ. അല്ലാത്തവർ കുറച്ചിട്ടാൽ മതി. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. ഇത് റെഡിയായി. ഇതിപ്പോൾ ഏകദേശം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മാംഗ്ലൂരൊക്കെ ഉള്ള ഗീ റോസ്റ്റ് ഇല്ലേ, ചിക്കൻ ഗീ റോസ്റ്റ്, അതേപോലെ പ്രോൺസ് ഗീ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മാംഗ്ലൂരിലൊക്കെ ചുവന്ന കറി ഉണ്ടാവും. ഏകദേശം അതേപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഏറ്റവും മാംഗ്ലൂരിലെ ആ ഡിഷിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് നീർദോശയാണ്. നമ്മുടെ ഇവിടെ നിന്ന് അപ്പോൾ ഈ കറിക്ക് നീർദോശ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ ലിവർ വരട്ടിയതും ലിവർ ഫ്രൈയും അതേപോലെ ഈ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു അടിപൊളി ഡിഷ്.